പ്രത്യേക സജ്ജമാക്കിയിട്ടുള്ള ഒരു ഹാളിൽ പ്രകാശനം ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ചെറുകഥാകൃത്ത് ടി പപ്പേട്ടൻ അത് ഏറ്റുവാങ്ങും. ആ അവസരത്തിൽ പ്രമുഖരായിട്ടുള്ള പല വ്യക്തിത്വങ്ങളും ആ പരിപാടിയിൽ സംബന്ധിക്കാൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. പൊതുവെ എല്ലാവരും താല്പര്യപൂർവ്വം അതിൽ പങ്കെടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പുതിയ രാഷ്ട്രീയ സാഹചര്യം വരുന്ന വഴിക്ക് അപ്പോഴാണ് നിരീക്ഷിക്കുക. ഈ യഥാർത്ഥത്തിൽ ഈ കട്ടൻ ചായയും പരിപ്പോടയും എന്ന് മാധ്യമക്കാരുടെ സൃഷ്ടിയാണ് ആ വാക്ക് തന്നെ. ഞാൻ DYFIയുടെ ഒരു വില്ലേജ് ഒരു പരിപാടിയിൽ മോറാഴ ഹൈസ്കൂളിൽ പങ്കെടുത്തപ്പോൾ അവിടെ പറഞ്ഞു, മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ലോക സാഹചര്യം മാറുകയാണ്. ആ മാറ്റത്തിനനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ലോകരാഷ്ട്രീയത്തെ നിരീക്ഷിച്ചുകൊണ്ട്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ലോകരാഷ്ട്രീയത്തെ നിരീക്ഷിച്ചുകൊണ്ട് ശാസ്ത്രീയമായി അപഗ്രഥിച്ചുകൊണ്ട് നടപടികൾ സ്വീകരിച്ച് പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകും. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആഫീസ് എന്ന് പറയുന്നത് ചിന്തിക്കാൻ കഴിയുന്നതല്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട പാർട്ടിയായിരുന്നു. കുറേ കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾ ഒളിവിലായിരുന്നു. പിന്നെ കുറച്ചു കാലം പുറത്തു വന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ച പാർട്ടിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ത്യാഗം സഹിച്ച നേതാക്കൾ സ്വാതന്ത്ര്യ ദിനത്തിൽ ജയിലിനകത്തായിരുന്നു. പിന്നെയും എത്രയോ കഴിഞ്ഞതിന് ശേഷമാണ് അവർ പുറത്തിറങ്ങിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടി പലരെയും കൊല ചെയ്തത്. ഇപ്പം നമ്മുടെ പാടിക്കുന്ന് 1950 ജയിലിൽ നിന്ന് 2 പേരെ കോൺഗ്രസ്സുകാരെ ഇറക്കിക്കൊണ്ട് വന്നു, ജാമ്യത്തിലെടുത്തു. ജയിലിൽ റിമാൻഡ് ചെയ്തതാണ്. ഒരാളെ പോലീസ് ക്യാമ്പിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്നു. ഈ 3 ആളുകളെയും പാടിക്കുന്നിൽ കൊണ്ടുപോയി നിർത്തി വെടിവെച്ചു കൊല്ലുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാലോചിതമായ നിലയിൽ വിലയിരുത്തി പ്രവർത്തിക്കും. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആഫീസോ ഒന്നും ചിന്തിക്കാൻ കഴിയില്ല. അന്ന് അതിനനുസരിച്ച് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാഹചര്യങ്ങളെ വിലയിരുത്തി. എന്നാൽ ഞങ്ങളുടെ എതിരാളികൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളിങ്ങനെയൊന്നും പ്രവർത്തിക്കാൻ പാടില്ല, കുളിക്കാൻ പാടില്ല, ഇങ്ങനെ പാടില്ല, അവിടെ ഇവിടെയും പോയി കുത്തിരിക്കണം, മുടിയും താടിയും വളർത്തി നടക്കണം. ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ വളരാനും വികസിക്കാനും ആഗ്രഹിക്കാതെ പഴയതുപോലെ ഈ കട്ടൻ ചായയൊക്കെ കുടിച്ച് ബീഡിയും വലിച്ച് നടക്കണം എന്നാഗ്രഹിക്കുന്ന വലതുപക്ഷ ശക്തികളുണ്ട്, പാർട്ടി വിരുദ്ധന്മാരുണ്ട്. അവരുടെ ഉദ്ദേശം പാർട്ടിയെ കാലോചിതമായി ഉയർത്തിക്കൊണ്ടുവരരുത് എന്നുള്ളതാണ്. അതല്ല ഇന്നത്തെ കാലം ശാസ്ത്രീയ വശങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് മാർക്സിസ്റ്റ് എന്ന് ഞാൻ ആ യോഗത്തിൽ പറഞ്ഞതാണ്. ആ പ്രസംഗിച്ചതിനെയാണ് തെറ്റായി വ്യാഖ്യാനിച്ച് അവരുടെ എന്തോ ലക്ഷ്യം, അതും അവർക്കും വ്യക്തതയില്ല എന്നാണ് എനിക്ക് പിന്നീട് മനസ്സിലായത്, അങ്ങനെ പ്രസംഗിച്ച് നടന്നിട്ടുള്ളത്. എന്താണ് രാഷ്ട്രീയം, എന്താണ് അതിൻ്റെ വശം എന്ന ക്ലാസ്സിൽ വിശദീകരിക്കുകയാണ് ചെയ്തത്. ജയരാട്ടാ, നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരുന്നു. അപ്പോൾ ജയരാട്ടനും പരിപാടികളിലെല്ലാം വളരെ സജീവമായി പങ്കെടുത്ത്. ഞാൻ എപ്പോഴും സജീവമാണല്ലോ. പൊതുപരിപാടികളിൽ ഇപ്പം വളരെ സജീവമാണ്. എല്ലാ സ്ഥലത്തും ഞാൻ സജീവമാണ്, എപ്പോഴും സജീവമായിരുന്നു. ഈ പേരാമ്പ്രയിൽ നടന്ന പൊതുപരിപാടിക്കിടെ വലിയ രീതിയിലുള്ള ഒരു പ്രസംഗം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി. അതിന് പിന്നാലെ UDF നേതാക്കൾ അത് വലിയ രീതിയിൽ EP ജയരാജൻ ഭീഷണി മുടക്കുകയായിരുന്നു. EP ജയരാജൻ ഈ കലാപാഹ്വാനമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. അങ്ങനെ ആഹ്വാനം നടത്തിക്കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെ തിരിച്ചും മറുപടി ഉണ്ടാവുമെന്ന് EP ഓർക്കണം എന്നാണ് പറയുന്നത്. എല്ലാവരും ഇതെല്ലാം ഓർക്കുന്നത് നല്ലതാണ്. അവിടെ എന്താ ഉണ്ടായത്, എന്തിനാ അവിടെ ഒരു ലൈഫ് മിഷൻ്റെ ഭാഗമായി വീട് നിർമ്മിച്ചു. ഗവൺമെൻറ്റിൻ്റെ നടപടിയുടെ ഭാഗമായിട്ടാണ് വീട് നിർമ്മിച്ചത്. അതൊരു MP പോയി ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിൻ്റെ ജാള്യത മറക്കാൻ ചില നടപടികളിലേക്ക് വന്നു. ഈ ജാള്യത മറക്കാനുള്ള നടപടിയുടെ ഭാഗമായിട്ട് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഒരു ചെറുപ്പക്കാരനാണ്. കോൺഗ്രസ്സുകാർ സംഘടിതമായി ആ പഞ്ചായത്ത് ഓഫീസിൽ കയറി ഇയാളെ തെറി പറയുക, അയാൾ കയ്യേറ്റം ചെയ്യാൻ. ആ സഖാബന്ത് ചെയ്തു. ഇത് പുറത്ത് പറഞ്ഞാൽ ആളുകൾ ഓടി വന്നാൽ ഇവിടെ വലിയ സംഭവം നടക്കും. അതുകൊണ്ട് അദ്ദേഹം കസേരയിലിരുന്ന് ഇതെല്ലാം കേട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ മുടങ്ങിപ്പോകും. ഇതല്ല ഒരു രാഷ്ട്രീയ പാർട്ടി സ്വീകരിക്കേണ്ട നിലപാട്. യഥാർത്ഥത്തിൽ ആ പഞ്ചായത്ത് പ്രസിഡൻറ്റ് എന്നെ ഇങ്ങനെ കുറച്ചാൾ വന്ന് തടഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അക്രമം നടത്തുക, അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പിന്നീട്
CPM ഈ നടപടിയിൽ കോൺഗ്രസിൻ്റെ ഈ അക്രമ പ്രവർത്തനത്തിൽ പ്രതിഷേധിച്ച് അവിടെ ഒരു പ്രകടനം നടത്തി. ഈ പ്രകടനം നടക്കുമ്പോൾ പല ഭാഗത്തും ആളുകളെ സംഘടിപ്പിച്ചു കൊണ്ടുവന്നു UDF. അതിനുശേഷം MPയെ വിളിച്ചു വരുത്തുന്നു. ഇതറിഞ്ഞ് LDFൻ്റെ ധാരാളം ആളുകൾ സംഘടിതമായിട്ട് അവിടത്തേക്ക് കയറി വന്നു. ഇതറിഞ്ഞ് CPM നേതാക്കൾ ഓടി വന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, പോലീസ് ഇവരോട് പറഞ്ഞു, ഒരു സംഘർഷത്തിലേക്ക് പോകാൻ പാടില്ല, ഇതിങ്ങനെ രണ്ടു കൂട്ടരും സംഘടിച്ച് നിൽക്കുകയാണ്. CPM നേതാക്കൾ ഈ CPM LDFകാരോട് പറഞ്ഞു, നമ്മൾ ഒരു തരത്തിലും ഇടേണ്ട, നിങ്ങളെല്ലാം പിരിഞ്ഞു പോകണം. എല്ലാവരും പറഞ്ഞു വിട്ടു. പറഞ്ഞു വിട്ടപ്പോൾ പിന്നെ ആരേ ഉള്ളൂ അവിടെ? ഈ വന്നിരിക്കുന്ന കോൺഗ്രസ്സുകാർ മാത്രമേ ഉള്ളൂ. അവർ വടിയും ആയുധമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കോൺഗ്രസ് സംഘടിപ്പിച്ചതാണ്. എന്നിട്ട് അവരെന്ത് ചെയ്തു? MP വന്നതോടുകൂടി പോലീസിന് നേരെ ചാടി. അതൊരു സീൻ സൃഷ്ടിക്കാനാ, ഒരു അഭിനയമായിരുന്നു. ഇങ്ങനെയാണോ നേതാക്കൾ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടത്?